ഞാൻ തിയേറ്ററിൽ ഞാൻ രാവിലെ 9:30 ഷോയ്ക്ക് വരുന്നതിൽ പോയപ്പോൾ ഭയങ്കര നല്ല രസമുള്ള ഒരു പ്രതികരണമായിരുന്നു പ്രേക്ഷകർക്ക് കിട്ടിയത്. ഇവിടെ ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു അത്രയും തരുന്നവരോട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കാണ് അറിയുന്നത് ഭയങ്കര പ്രതികരണം, അത് പ്രേക്ഷകർക്കാണ് അറിയുന്നത്. ഈ സിനിമയുടെ ഈ പ്രേംനസീർ റെഫറൻസ് ഭയങ്കര രസമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് തുടക്കത്തിലും അതിന് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ. അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ തൊട്ടേ പ്രേംനസീറിനെ പോലെ ആയിരിക്കണം അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ, അങ്ങനെ തന്നെയായിരുന്നു നടികളുടെ ഒരു ഇനീഷ്യൽ തോട്ട്? അങ്ങനെയല്ല, പുള്ളി അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റോസാപ്പൂ കിടക്കിയല്ല സ്റ്റാർ എന്ന് പറയാനും ഡിസിപ്ലിൻ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിൻ്റെയാണ് പുള്ളിയുടെ സക്സസ് എന്ന് പുള്ളി പറയുന്നത്. അത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. സിനിമയിലെ ക്യാരക്ടറിന് അത് അങ്ങനെയാണ് വരുന്നത്. ജനറലി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഈ ക്യാരക്ടറിന് അതായിരുന്നു ആവശ്യം, ഒരു ഡിസിപ്ലിനിലായ ആയതുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയിൽ ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, സൂപ്പർ സ്റ്റാർസ് ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആക്ടേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് എന്ന് വിശ്വസിക്കുന്നത്. സൂപ്പർ സ്റ്റാറും നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറുകൾ ഏറ്റവും നല്ല ആക്ടേഴ്സും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്റ്റാറിനും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും പക്ഷേ ആക്ടർ എന്നുള്ളത് തന്നെയാണ് മുകളിൽ നിൽക്കേണ്ടത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, നമ്മളിപ്പോഴും ആ സിനിമയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ ഒരു തവണ സൂപ്പർ സ്റ്റാർ ആയാൽ പിന്നെ അത് കീപ്പ് ചെയ്യണം, അത് പിന്നെ താഴെ പോകാനായിട്ട് പറ്റില്ല, അത് കീപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ അയാളൊരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ ആണ്. അത് ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ അതൊരു ഗതിയുള്ള സൂപ്പർ സ്റ്റാറിന്റെ കഥയിക്കുന്ന അവരുടെ കഥ എന്നുള്ള തന്നെയാണ് ഞാൻ. അത് ഈ ക്യാരക്ടറിന്റെ ഒരു തുടക്കം മുതലുള്ള ജേർണി കാണുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ഫോക്കസ് തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത്, അയാൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നടനമാണ് അയാൾ ചെയ്യേണ്ടത്. അതിലേക്ക് ഫോക്കസ് വെച്ചുകൊണ്ട് ഒരു ഡിസിപ്ലിൻ ആവുക, പെട്ടെന്ന് വരുന്നത് അയാളുടെ സ്റ്റാർഡും വന്നിട്ടുള്ള ഒരുപാട് ഈ പറയുന്ന പോലെ സൗകര്യങ്ങളും അയാളുടെ ഒരു എഫേർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ആ എഫേർട്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അയാളുടെ ജോലി എന്താണ്, അയാൾ എന്ത് ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത്, അതിനൊക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് ഇന്നാവുന്നത് നമ്മൾ ഡാൻസ് കാർഡ് ഉണ്ടാവുമല്ലോ. ഈ ഡാൻസ് കാർഡിൽ പല കാലഘട്ടത്തിലെ ടൈറ്റിൽ കാർഡുകളെ തീരുമാനിക്കുകയാണ്. അത് ശരിക്കും ഇന്നാക്കുന്നതിന് ഭയങ്കരമായിട്ട് ദക്ഷിണേന്ത്യ പ്രശ്നത്തിൽ കാട്ടുന്നുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ട്രിപ്പിന് കൊടുക്കാം. തീർച്ചയായിട്ടും സംവിധായകന്റെ ഐഡിയയായിരുന്നു അത്. മാത്രമല്ല സിനിമയുടെ സങ്കേതങ്ങളെ നാടകവും തുടങ്ങിയ സങ്കേതങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. ഒരു ആക്ടറിന്റെ കഥ പറയുന്ന സമയത്ത് അങ്ങനെ ഉള്ള രീതിയിൽ കഥ പറയുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നിയത്. അൾട്ടിമേറ്റ്ലി ആ ഒരു ടൈറ്റിൽ കാർഡൊക്കെ ഡെഫിനറ്റ്ലി അത് ചേഞ്ച് ആക്കിയതല്ലേ. ഇപ്പൊ എല്ലാ സിനിമയിലും ലാലിന്യത ബന്ധപ്പെട്ട എല്ലാ സിനിമയിലും സുരേഷേട്ടനുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുള്ളിൽ സജീവമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീൻ്റെ ഹായ് ഐ ആം ടോണി ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സമുദായമാണ് ഈ സിനിമയുടെ കഥയുടെ തുടക്കം. ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതൽ ഓൾമോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അന്നൊന്നും ഈ സിനിമയിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എനിക്കറിയുന്നു. പിന്നീടാണ് ഞാൻ ഈ ഒരു കേരളത്തിലേക്ക് തന്നെ മാറ്റപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അൾട്ടിമേറ്റ്ലി അത് ജീൻ്റെ സിനിമയാണ്. എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഫ്രീഡം തരുന്ന ഒരാളാണ്. എനിക്കിതിനു മുമ്പ് പറയാൻ ചിലപ്പോൾ സച്ചി എന്ന എൻ്റെ സുഹൃത്തിനെ ചിലപ്പോൾ ഞാൻ ജീൻ്റെ പുറത്ത് ഞാൻ അത്രത്തോളം അധികം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നെക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും മോർണിംഗ് ഷോ കഴിഞ്ഞ ശേഷം ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബാനർ മൈത്രി മൂവി മേക്കേഴ്സ് പറഞ്ഞ വലിയൊരു പുഷ്പ പറഞ്ഞ വലിയൊരു ബാനറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഞാൻ കൂടെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നു. ഒരു വലിയ സപ്പോർട്ട് അതിന് പുറകെയുണ്ട്. സംവിധായകന് മാത്രമല്ല, എനിക്ക് സപ്പോർട്ട് തന്ന ആൾക്കാരും ഇതൊക്കെ സൗദിനും എല്ലാവരും. പടം ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ആക്ടേഴ്സ് തമ്മിൽ വലിയൊരു ബോണ്ടുണ്ട്. അതൊരു വൈബ് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ളൊരു ഈഗോയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ ഒന്നും തന്നെ ഞാൻ കൂടുതലുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു
അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ നായകൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സായ മറ്റ് അലൻ ആന്റണി, അതുപോലെ എല്ലാവരും തന്നെ അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരിക്കാം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ പ്രത്യേകത ഈ ഡിപ്ലോമസി ഉണ്ടല്ലോ, നയതന്ത്രം ആണ് ഭയങ്കര കഴിവ് ഏരിയ സ്പെഷ്യലൈസ്. അതിന് റിയൽ ലൈഫ് ആയിട്ട് ആരെങ്കിലും ഇപ്പൊ ഇടപെടലോ ചേട്ടോ അങ്ങനെ ആരെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തില്ല? ഇല്ല, തീർച്ചയായിട്ടും എല്ലാ ആക്ടേഴ്സിൻ്റെയും എല്ലാ വലിയ നടന്മാരുടെ പുറകെയും ഇങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ ഒരു അനുഭവം കൊണ്ട് കണ്ടിട്ടുള്ളത്. അത് അത്തരം കാര്യങ്ങളാണ് സിനിമയിൽ പുറത്ത് കാണിച്ചിട്ടുള്ളത്. അതൊരു പക്ഷെ മറ്റ് സിനിമയ്ക്കകത്ത് സിനിമ ചെയ്യുന്ന സിനിമകളിലൊന്നും അങ്ങനെ അധികം കാണിച്ചിട്ടില്ല. സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ പുറകെ. കാരണം അത് നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുന്ന പോലെ അല്ല. പിന്നിൽ രാത്രിയും പകലുമായിട്ട് അവരുടെ ചിന്ത മുഴുവൻ അടുത്ത സിനിമ എങ്ങനെ ഹിറ്റാക്കുക, അടുത്ത ഹിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർക്ക്. ആ ഇമോഷണൽ ജേർണി മോശമാണോ? അല്ല, കണ്ടതാണോ? സിനിമ കണ്ടിരുന്നോ? അങ്ങനെ മോശമായിട്ട് തോന്നിയോ? ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ തുറക്കും മുതലേ പറയുന്നുണ്ട് ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ കരളിരിക്കുന്ന കഥ ഹാസ്യത്തിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമില്ല. ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടാ കളർന്നില്ലേ, അതിന്റെ ഒപ്പം വളരെ സത്യസന്ധമായിട്ടുള്ള ഇമോഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പരിപാടികൾ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ സിനിമയുടെ എന്താ പറയുക ഒരു ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ജേർണി മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടായി തോന്നുന്നില്ല. പഠിക്കുന്ന മൊത്തത്തിലൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഈ പഠിക്കുന്ന കൂടെയുള്ളവരൊക്കെ ഭയങ്കര ബ്രാൻഡ് കോസ്റ്റ്യൂംസ്, കളർഫുൾ ആയിരിക്കും. ഈ കാറിന്റെ നമ്പർ 911 സോ ഇതൊക്കെ ഐഡന്റിറ്റി പരിപാടി ഉണ്ടല്ലോ. അത് ശരിക്കും ആരുടെ ക്യാരക്ടറൈസേഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു. മുതലുണ്ടായിരുന്നു എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിൽ സുരേഷ് ഏട്ടനാണെങ്കിലും കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ബാലുവിന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ഇതെല്ലാം നമ്മുടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന ലോകത്തിനകത്ത് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ സുരേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബാലുവിന്റെ ആണെങ്കിലും ബാലു എല്ലാത്തിനും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മോശമായിട്ട് കാര്യങ്ങൾ മോശമാണെന്ന് അത് മുതലാളിയുടെ ആണെങ്കിലും പറയും എന്ന് പറയുന്ന പോലെ നല്ലൊരു സൗകര്യമായിട്ടാണ്. സൗദിയുടെ കാര്യങ്ങളുണ്ടായിരുന്നു. ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ സാധാരണ കൊച്ചമനുഷ്യൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ചർച്ചിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലത്തെ ഒരു ഐഡന്റിറ്റി അത് എന്റെ കഥ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്നു. കാർഡ് നമ്പർ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോ ഡാനിയൽ ഡേ ലൂയിസ് എന്നുള്ള ആക്ടർ ഓരോ സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി റിട്ടയർ ചെയ്ത് പോയിട്ട് കുറച്ചാൾ പോപ്പുലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും റിട്ടയർ ചെയ്തിട്ട് പോയിട്ടാണ്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മുടെ ആദിൽ ഹുസൈൻ എന്നുള്ള ആക്ടർ, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഓരോ സിനിമകൾ കഴിയുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സും ഭയങ്കര രസമാണ്. ഇതൊക്കെ കേട്ടും വായിച്ചൊക്കെ ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ അറിയാമല്ലോ. അത് പേഴ്സണലി എന്റെ അടുത്ത് അങ്ങനെ ആരും ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഇല്ല. സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാവുന്നത്. ഓക്കെ,
അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണ്ടേ, ഉറപ്പായിട്ടും ചെയ്യും. ഞാൻ കുറച്ചൊക്കെ പുസ്തകം വായിക്കുന്നത് അതിന് നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും അറിവുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയൊന്നുമില്ല. പുസ്തകം വായിക്കുന്നത് ഒരു പക്ഷേ ഇമാജിനേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. നമ്മള് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയൊക്കെ മനസ്സിൽ അവർ കണ്ട വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വല് നമ്മുടെ ഇമാജിനേഷൻ വെച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കാം ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഓരോരുത്തരുടെ പ്രോസസ്സ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനത്തെ ബുക്ക് ഒരു ആക്സിഡന്റിൽ ഇരിക്കുന്നതാണെങ്കിൽ വെള്ളം വായിക്കുകയും അയാളൊരു സമയത്ത് അത് ഉപയോഗിക്കും. അതിനുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാലേട്ടനുള്ള പടങ്ങളിൽ ഹണിബി ഒക്കെ ആണെങ്കിലും യൂത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലായിരുന്നെങ്കിലും ബാലു ചെയ്ത കഥാപാത്രങ്ങൾ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഓടുക, അല്ലെങ്കിൽ കോമഡി ആയിട്ട് ചെറിയ ക്ലിപ്പുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നടികർമ്മ ചിത്രത്തിൽ കുറച്ചുകൂടി ഇമോഷണൽ സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ മച്ചാനെ എന്ന് വിളിക്കുന്ന ഒരു ടൈപ്പ് കഥാപാത്രമല്ല, കുറച്ച് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരാൾ. എനിക്ക് അപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റേ ഹണീബി പോലത്തെ ഒരു കഥാപാത്രം ലാലിന്റെ പടത്തിൽ കിട്ടുന്നെങ്കിൽ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതൽ ചൂസ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഈ പടത്തിലെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മള് ഇയാളെ ഹ്യൂമർ, അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഇയാള് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സത്യസന്ധനാണ്. ഇയാളുടെ ട്രൂ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഡേവിഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറായിട്ട് ഞാൻ ചൂസ് ചെയ്തത്. പൊതുവേ എന്ന് പറഞ്ഞാല് 100 days അടിക്കുക അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ എത്ര ദിവസം എത്ര കോടി അടിക്കുക എന്നുള്ള ട്രാക്കാണ്. ഈ സിനിമയ്ക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ്? അത് എപ്പോഴും ഒരിക്കലും നമ്മള് കോടിക്ക് വേണ്ടിയിട്ടല്ല, പടം നല്ലാൻ വേണ്ടി ചെയ്യണം. പടം നന്നാകുമ്പോൾ കുറെ കോടികളൊക്കെ വരും. നടികളുടെ ഷൂട്ട് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് അതിലൊരു തല്ലുമാലയൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പൊ ആ സമയത്ത് തന്നെ സൗബിക്ക് ഓൾറെഡി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന സിനിമയുടെ ചിത്രത്തിലും ഡയറക്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. സൗബിക്ക് എൻ്റെ അടുത്തിന്റെ കഥയൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ ഞാൻ പറയുന്നത് 2022 ഓഗസ്റ്റിലെ കാര്യമാണ്. അപ്പൊ അന്ന് മുതൽ ഈ സിനിമ ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഇടയ്ക്ക് വിളിക്കുമ്പോൾ കാണുമ്പോൾ ഈ സിനിമയുടെ മഞ്ഞുകളുടെ അപ്ഡേറ്റ്സ് എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ പറഞ്ഞാൽ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിലാണ്. കാര്യം അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ അവിടെയാണ്, ജീന അവിടെയാണ് ഡയറക്ടറായിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ലൊക്കേഷനിൽ ഇവരെ വിളിച്ചു. ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെ അവിടെ ഇവരെ എല്ലാം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അവര് ഇപ്പൊ ചീതുണ്ട്, ഗണ്ണുണ്ട്, ബാലുണ്ട്, സൗബിക്കുണ്ട്, ജീനുണ്ട്, ഷൈജുണ്ട്, അങ്ങനെ എല്ലാവരും നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. അവിടെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിൽ അന്ന് അവിടെ സെറ്റ് ഇട്ടിരുന്നത് അവര് കാലടി ഗോഡൌണെടുക്കുന്നത്. അപ്പൊ അന്ന് മുതലേ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ അതൊക്കെയാണ് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് വിടുന്നത്. ആദ്യം പോകേണ്ട വലിയ നമ്മളൊരു KGF പോലത്തെ സിനിമയോ ബാഹുബലി പോലത്തെ സിനിമയോ അല്ല മലയാള സിനിമ എന്ന് വരുന്നത്. അത് ഇങ്ങനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇമോഷണലി മൂവിംഗ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പോലത്തെ സിനിമ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അന്ന് മുതലേ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമ അങ്ങനെ ബൗണ്ടറീസ് കടന്ന് പോകേണ്ട ഒരു സിനിമയാണ്, എനിക്ക് വലിയ പ്രതീക്ഷ തോന്നിയിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഈ സിനിമയുടെ പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാനന്ന് കൊറപ്ലാസ ഹോട്ടലിലേക്ക് ഞാൻ വന്ന് കയറുന്നു. അപ്പൊ അന്ന് പിറ്റേഴ്സ് അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്ന പ്ലേസായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊമോഷൻ പ്രസ് മീറ്റിനൊക്കെ ഞാൻ വന്ന് കയറുന്നു. ഞാൻ കാണുന്നത് ഒരു വണ്ടി, എന്റെ ഒരു സുഹൃത്തുക്കൾ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഈ സിനിമ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണെന്ന്. പ്രതീക്ഷയോടെ തെറ്റിച്ചില്ല. അത് വളരെ ഗംഭീരമായിട്ട് എല്ലാ സിനിമ അത് ഏറ്റവും വലിയ സക്സസ് നേടി. അത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷത്തിന്റെ കാര്യമാണ്. ഇപ്പോഴും അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. കാര്യം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും ഞാൻ മഞ്ഞുമലിന്റെ കുറെ ഫുട്ടേജ് ആണ് സൗബിക്ക് എനിക്ക് അയക്കാണ്ടത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സിനിമ നല്ല രസമുള്ള സിനിമയായിരിക്കും, അത് ആളുകൾക്ക് ഇഷ്ടം
ഇഷ്ടപ്പെടുകയും ഹാപ്പിയായും പറ്റുന്ന സിനിമയാണ്. അത് കറക്റ്റായിട്ട് സംഭവിച്ചു എന്നുള്ളത് കൂടുതൽ സംഭവിക്കും. മലയാളത്തിന്റെ ബാഹുബലി KGF അങ്ങനെ ടോവിനോ മൗണ്ട് ചെയ്യുന്ന സിനിമയാണ് അങ്ങനെയൊന്നും ചോദിച്ചു. അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഒന്നിനെയും കരുതാറില്ല. എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അത് തന്നെയാണ് ഞാൻ ഡിപെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിന് വേണ്ടി തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഒരു പരീക്ഷയുടെ പേപ്പർ കാത്തിരിക്കുന്ന പോലെ തന്നെയാണ്. അത് വരുന്ന സമയത്ത് ഞാൻ ഇതേ എക്സൈറ്റ്മെന്റോട് തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചുകൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ കൊണ്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ടും ഷേപ്പായിട്ട് വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം നല്ല രസമായിട്ട് വന്നിട്ട് 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്, 3 കാലഘട്ടത്തിന്റെ കഥയുണ്ട്. കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ രംഗങ്ങളുണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകർ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. രവി ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് ചോദിക്കുകയാണ്. ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം ഹിറ്റായി, മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായി, അടുത്ത ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അജയന്റെ 2ാം വർഷമാണ്. ഒരു റെസ്പോൺസ് എടുത്തപ്പോൾ പറയാം ടോവിയുടെ പെർഫോമൻസ് കാത്തിരിക്കുന്ന ഒരു പടമാണ് അതെന്നുള്ളത്. ശരിക്കും ടോവിയുടെ ഒരു കരിയർ ബ്രേക്ക് വരുന്ന അല്ലെങ്കിൽ ടോവി കാത്തിരുന്ന ഒരു കഥാപാത്രം തന്നെയാണോ അത്? തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് അറിയില്ല. എനിക്ക് അത് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള കാരണം തന്നെ ഞാൻ അതിന് മുമ്പ് എന്റെ ഡയറക്ടറായിട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് ഭയങ്കര പണിയാണ്. എനിക്ക് ഇപ്പൊ നമ്മള് വലിയ വലിയ ആളുകളൊക്കെ കമലഹാസൻ പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷമൊക്കെ ഒരു സിനിമയിൽ തന്നെ. അതൊക്കെ ഞാൻ ചെയ്ത ശരിയാകുമ്പോഴൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അവരെന്തെങ്കിലും ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 13 കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര പ്രശ്നമില്ലാതെ അത്യാവശ്യം വൃത്തിയായി തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന ഞാൻ ഒന്നിനെയും ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെ ഒന്നുള്ളൊരു അവകാശവാദങ്ങളില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട്. ആളുകളാണ് ബേസിക്കലി അങ്ങനെ എന്റർടൈൻ ആവുന്ന പ്രേക്ഷകർ ആളുകൾ കാണുകയും എൻജോയ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ നമ്മൾ സ്വപ്നം കണ്ടതിന്റെ പൂർണ്ണത സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് എന്ന് പറയുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. കാരണം കുറച്ച് പോസ്റ്ററുകളും ഒരേ ഒരു ടീസറും മാത്രമേ ആ സിനിമ പുറത്തു വന്നിട്ടുള്ളൂ. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരോടും വർക്കൗട്ട് എടുത്ത് വായിക്കാം. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളിത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ ആ ഒരു സീക്രസി അവർ സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സീക്രസി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റിലീസ് വരെ നമ്മൾ ആഗ്രഹിക്കില്ല. താങ്ക് യു. ശക്തിമാന്റെ ഡിസ്കഷൻ എല്ലാം ഞാനാണോ ഈ അച്ഛനുണ്ട് ഈ ഇൻഡസ്ട്രി സൃഷ്ടിക്കുന്നത് അച്ഛനുണ്ട് എല്ലാവരോടും ചോദിക്കും. ചോദിക്കാം മറ്റേ ഗുരുവായൂരപ്പനൊക്കെ പ്രമോഷൻ ഉടനെ അവരോട് ചോദിച്ചു. കാര്യം ഞാൻ ഈ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവങ്ങളെ കൂടി ചോദിച്ചു വെറുതെ പറഞ്ഞാണ്. ഞാനായിട്ട് ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൊജക്ട് സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അത് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും ഒക്കെ അവൻ തന്നെ ചെയ്യേണ്ടല്ലേ. ഇനിയിപ്പോ ഞാൻ ബേസിൽ കണ്ടുപിടിച്ചു വന്നാൽ കൊണ്ടല്ല, അത് തമാശയാണ്. അത് ഈ കല്യാണ മുടക്കികൾ പറയുന്ന തമാശയാണ്. അപ്പൊ അതിന്റെ ടെംപ്ലേറ്റിൽ ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ ഒരു ചായക്കടയിൽ ചെന്ന് പയ്യനെ കേട്ടിട്ടുണ്ട്, ഞാനൊന്നും പറയില്ല, ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം കള്ളു ഞാൻ പഠിച്ചിട്ട് എന്റെ തലയിൽ കുളിക്കാൻ എന്ന് പറയുന്ന ആ തമാശ ഓർമ്മിച്ചാണ്. അല്ലാതെ ഞാൻ ബേസിൽ പറഞ്ഞത് 10 സെക്കൻഡ് വീഡിയോ വരും.